മലപ്പുറത്ത് പോക്സോ കേസ് ഇര എടവണ്ണപ്പാറ സ്വദേശിനിയുടെ ദുരൂഹ മരണം കഴിഞ്ഞ് 2 വർഷം ആയിരിക്കുന്നു. അതിന്റെ കാരണത്തെ സംബന്ധിച്ച് ഇതുവരെ വ്യക്തതയായിട്ടില്ല. 2024 ഫെബ്രുവരി 19-നായിരുന്നു എടവണ്ണപ്പാറ സ്വദേശിനിയായ 17-കാരിയെ ചാലിയാർ പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തന്നെ ലൈംഗികമായി ഉപദ്രവിച്ച കരാട്ടെ അധ്യാപകനെതിരെ മൊഴി നൽകാനിരിക്കെയാണ് പെൺകുട്ടിയെ ദുരൂഹ സാഹചര്യത്തിൽ പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇപ്പോൾ CV അനുമോദാണ് ചേരുന്നത്. അനുമോദ്, 2 വർഷമാകുന്നു മരണം. ഇതുമായി ബന്ധപ്പെട്ട് പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷണം നടത്തുന്നുണ്ട്. പക്ഷേ ആ അന്വേഷണത്തിൽ കുടുംബത്തിന് തൃപ്തിയില്ല. ഇതൊരു ആത്മഹത്യയെന്ന് അവർ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. അഭിലാഷ്, ഇതൊരു 2 വർഷം മുൻപ് ഉണ്ടായ സംഭവമാണെങ്കിൽ ഇപ്പോഴും അതിന്റെ പ്രസക്തി നിലനിൽക്കുന്നത് ഇത് സംബന്ധിച്ചുള്ള അന്വേഷണത്തിൽ കുടുംബം ഇതുവരെ പൂർണ്ണ തൃപ്തി രേഖപ്പെടുത്തിയിട്ടില്ല, അല്ലെങ്കിൽ പൂർണ്ണ തൃപ്തരല്ല കുടുംബം എന്നതുകൊണ്ട് തന്നെയാണ്. ഈ കുട്ടി ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യതയില്ല എന്നതിനെ കുടുംബം ഉറച്ചു വിശ്വസിക്കുന്നു. പോലീസിന്റെയും ക്രൈംബ്രാഞ്ചിന്റെയും അന്വേഷണമൊക്കെ ആത്മഹത്യയിലേക്ക് എത്തിപ്പെടുമ്പോൾ മറിച്ച് അങ്ങനെയല്ല, ഇത് ഒരു കരുതിക്കൂട്ടിയുള്ള കൊലപാതകമാണ് എന്നാണ് കുടുംബം ഉറച്ചു വിശ്വസിക്കുന്നത്. ഈ കുട്ടി മരിച്ചത് വീടിന് തൊട്ടടുത്തുള്ള ചാലിയാറിന്റെ കടവിൽ നിന്നാണ്. ഏകദേശം 1.25 മണിക്കൂർ മാത്രമാണ് ഈ കുട്ടിയെ കാണാതിരുന്നത്. അപ്പോഴേക്കും അന്വേഷിച്ചെത്തിയപ്പോൾ കുട്ടിയുടെ ജഡം പുഴയിൽ കണ്ടെത്തുകയായിരുന്നു. കുട്ടി പുഴയിൽ ചാടി മരിച്ചു എന്നാണ് പോലീസിന്റെയും അതേപോലെ തന്നെ ക്രൈംബ്രാഞ്ചിന്റെയും അന്വേഷണ റിപ്പോർട്ട്. പക്ഷെ അങ്ങനെയല്ല, ആ സമയത്ത് ദുരൂഹ സാഹചര്യത്തിൽ 2 പേർ ആ പരിസരത്തുണ്ടായിരുന്നു. ഈ കുട്ടിയുടെ തലയിൽ അടിയേറ്റ പോലെയുള്ള പാടുകൾ ഉണ്ടായിരുന്നു. കൈകൾ കെട്ടിയ നിലയിൽ പിന്നീട് അഴിച്ചു മാറ്റപ്പെട്ട രീതിയിലാണ് കൈകൾ പുഴയിൽ ജഡത്തിന്റെ കൈകൾ ഉണ്ടായിരുന്നത്. കാലിലെ ചെരുപ്പ് അഴിഞ്ഞു പോയിരുന്നില്ല, മേൽവസ്ത്രം ഉണ്ടായിരുന്നില്ല തുടങ്ങി ഈ ദുരൂഹതയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒട്ടേറെ കാര്യങ്ങൾ കുടുംബം ആവർത്തിക്കുന്നുണ്ട്. മാത്രമല്ല, സംബന്ധിച്ചുള്ള പോസ്റ്റ്മോർട്ടത്തിലും കുടുംബം നീതി കിട്ടിയെന്ന് വിശ്വസിക്കുന്നില്ല. മുങ്ങി മരിച്ചു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പക്ഷെ അത് അങ്ങനെയല്ല എന്ന്, മുങ്ങി മരിക്കാൻ കാരണം ആയിട്ടുള്ള മറ്റു പല കാര്യങ്ങളും ഉണ്ട് എന്ന് കുടുംബം ഉറച്ചു വിശ്വസിക്കുന്നു. അതിലേക്കൊന്നും അന്വേഷണം ചെന്നെത്തിയിട്ടില്ല എന്നാണ് കുടുംബം ഇപ്പോഴും പറയുന്നത്. ഇത് സംബന്ധിച്ച് ഹൈക്കോടതി മുമ്പാകെ CBI ഈ കേസ് അന്വേഷിക്കണമെന്നൊരു ആവശ്യവും കുടുംബം ഉന്നയിച്ചിട്ടുണ്ട്. അത് ഹൈക്കോടതിക്ക് മുമ്പിലാണ് അവരുടെ അപേക്ഷ ഇപ്പോഴുള്ളത്. വലിയ പ്രതിഷേധം സാമൂഹ്യ മാധ്യമങ്ങളിലും സമൂഹത്തിലുമൊക്കെ ഈ വിഷയത്തിൽ കഴിഞ്ഞ 2 വർഷമായിട്ടുണ്ട്. ഇന്ന് കുട്ടിയുടെ ഈ വാർഷിക ദിനത്തിലും വലിയ പ്രതിഷേധത്തിന് അരങ്ങൊരുങ്ങുന്നുണ്ട്. വൈകുന്നേരം സാമൂഹിക നായകരും അതുപോലെ എഴുത്തുകാരും തുടങ്ങുന്ന വലിയ ഒരു നിര തന്നെ ഈ ഒരു വിഷയത്തിൽ പ്രതിഷേധവുമായി മലപ്പുറത്ത് ഒത്തുചേരുന്നുണ്ട്. അത്തരത്തിൽ ഈ വിഷയം നിലനിർത്തിക്കൊണ്ട് തന്നെ പോലീസിന്റെ അന്വേഷണത്തിലുള്ള വീഴ്ചകളും അപാകതകളും ചൂണ്ടിക്കാണിച്ച് ഇത് CBIക്ക് വിട്ട് ഇതിൽ ദുരൂഹതയുള്ളത് മാറ്റണം എന്നൊരാവശ്യം തന്നെയാണ് കുടുംബം ഈ ഘട്ടത്തിലും ആവർത്തിച്ച് ഉന്നയിക്കുന്നത്. അഭിലാഷ്, തീർച്ചയായും അനുമോദ്, ഇതിലിപ്പോൾ ഒരു കരാട്ടെ പരിശീലകനായ അധ്യാപകനാണല്ലോ സംശയനിഴലിൽ നിൽക്കുന്നത്. ഇദ്ദേഹം പോക്സോ കേസിലെ പ്രതിയാണ്. ആ പ്രതിക്കെതിരെ മൊഴി നൽകുന്ന ഒരു സാഹചര്യം. ഈ പെൺകുട്ടി വളരെ ബോൾഡായിരുന്നു, വലിയ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ള ഒരു പെൺകുട്ടിയാണ് പൊടുന്നനെ ആത്മഹത്യ ചെയ്യുന്നത്. അതിന്റെ കാരണം എന്തെന്ന് ഇപ്പോഴും വ്യക്തവുമല്ല. അപ്പോൾ ഈ പോക്സോ കേസിലെ പ്രതി തന്നെ ഇപ്പോഴും സംശയനിഴലിൽ നിൽക്കുന്നു എന്നതിനപ്പുറത്തേക്ക് എന്തുകൊണ്ട് കൂടുതൽ അന്വേഷണമോ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ സംശയത്തിന് കൃത്യമായ ഒരു ഉത്തരത്തിലേക്ക് എത്തിപ്പെടാൻ അന്വേഷണ സംഘത്തിനൊന്നും സാധിക്കാതെ പോകുന്നു? ഇതില് ഈ ആരോപണ വിധേയനായിട്ടുള്ളത് കുട്ടിയുടെ കരാട്ടെ അധ്യാപകനാണ്. സിദ്ദിഖ് അലി എന്നാണ് അയാളുടെ പേര്. അയാൾ ഇപ്പോഴും റിമാൻഡിലാണ്. ഈ കുട്ടിയുടെ പരാതി അടക്കം 3-4 പെൺകുട്ടികൾ ഇയാൾക്കെതിരെ പരാതി കൊടുത്തതുണ്ട്. അതിൽ പോക്സോ കോടതി വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇയാൾക്ക് ജാമ്യം അപേക്ഷിച്ചുകൊണ്ടുള്ള ഇയാളുടെ അപേക്ഷ കോടതിയെല്ലാം തള്ളിയ സാഹചര്യത്തിൽ ഇയാൾ ജയിലിൽ തുടരുന്നതാണ്. പോലീസ് ഇക്കാര്യത്തിൽ പറയുന്നത് ഇത് ആത്മഹത്യ തന്നെയാണ് എന്ന് പറയുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലാണ്. കുട്ടി മുങ്ങി മരിച്ചു എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. മാത്രമല്ല, ഈ കുട്ടി ഈ ഒരു സംഭവത്തിന് ശേഷം മാനസികമായിട്ടൊക്കെ തളർന്ന നിലയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ജീവൻ ഒടുക്കാനുള്ള ഒരു ടെൻഡൻസി ആത്മഹത്യാ പ്രേരണ കുട്ടിക്ക് ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള മെസ്സേജ് ഈ കുട്ടി മുതിർന്ന സഹോദരിമാർക്ക് അയച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു മാനസികാവസ്ഥയിലുള്ള കുട്ടി സ്വയം ജീവൻ ഒടുക്കുകയായിരുന്നു എന്നാണ് പോലീസിന്റെ അന്വേഷണത്തിൽ അവർ കണ്ടെത്തിയതായി പറയുന്നത്. മാത്രമല്ല, കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.